ഹായ് ഹലോ. ഇന്ന് ഒരാൾ സ്ലോ മോഷനൊക്കെ ഇട്ടുകൊണ്ട് വന്നത് ചിക്കനും കൊണ്ടാണ് കേട്ടോ. ഇന്ന് ഞങ്ങൾക്ക് ഗസ്റ്റ് ഉണ്ട്, അപ്പം ഞങ്ങൾ ഗ്രില്ലടിക്കാൻ വേണ്ടി ചിക്കൻ മേടിച്ചിട്ട് വന്ന്. ഗ്രില്ലടിക്കാനുള്ള റെസിപ്പി ചേട്ടത്തിരിയാണ് കേട്ടോ. ഇഞ്ചിയും വെളുത്തുള്ളിയും നാരങ്ങയൊക്കെ എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ ചതച്ച് പേസ്റ്റാക്കി എടുത്ത് വെച്ചിട്ട്, പിന്നെ മഞ്ഞൾപ്പൊടിയും മസാലപ്പൊടിയും കുരുമുളക് പൊടിയും മുളക് പൊടിയും എല്ലാം കൂടെ ഇട്ടിട്ട്, പിന്നെ ഉപ്പും ഇട്ട്, പിന്നെ തൈര് ഒഴിക്കുന്നുണ്ട്. നല്ല കട്ട തൈരാണ് കേട്ടോ ഒഴിക്കുന്നത്. ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ആക്കും. അതിന് മുമ്പ് അവൾ നാരങ്ങ ഉടച്ചിട്ടാണ് പിഴിയാൻ എളുപ്പം കേട്ടോ, അന്നേരം നന്നായിട്ട് ഇതാകത്തുള്ളൂ. പിന്നെ എണ്ണയും ഒഴിച്ച് നമ്മുടെ ചിക്കൻ എന്നിട്ട് കഴുകി വെച്ചിരിക്കുന്നതാണ്, അതിനി വരഞ്ഞിട്ട് വേണം അങ്ങോട്ട് എടുത്തിടാനായിട്ട്. വലിയ വലിയ പീസായിട്ട് എടുത്തേട്ടാ ഗ്രില്ലടിക്കാനായതുകൊണ്ട്. ഗ്രില്ലടിച്ചിട്ട് ഞങ്ങൾ കുഴിമന്തിയും കൂടെ മേടിച്ച് സെറ്റാക്കാമെന്ന് പറഞ്ഞായിരുന്നു. ഞങ്ങൾ അതെല്ലാം കൂടെ പെരട്ടി നന്നായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് നേരത്തേക്ക് അത് റെസ്റ്റ് ചെയ്യാനായിട്ട് ഫ്രിഡ്ജിനകത്ത് വെക്കുന്നുണ്ട്. ആ സമയത്തിനുള്ളിൽ വേറെ എന്തെങ്കിലും നോക്കാമല്ലോ എന്നും പറഞ്ഞ് ഞങ്ങൾ വേറെ പണിക്ക് പോകുന്നുണ്ട്. അതിനിടക്ക് ജസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചേട്ടത്തിയുടെ ആങ്ങളെയാണ് കേട്ടോ. അത് അവർ വന്ന ആ സമയത്തിനുള്ളിൽ ആങ്ങളെ കല്യാണം കഴിഞ്ഞിട്ട് കുറച്ച് നാൾ കേട്ടോ. അപ്പോൾ അവർക്കൊരു വിരുന്ന് കൊടുക്കാമെന്നും പറഞ്ഞാണ് ഞങ്ങൾ വിളിക്കുന്നത്. അപ്പോൾ ഗ്രില്ലടിക്കാനായിട്ട് കനലൊക്കെ ഞങ്ങൾ കൂട്ടി കത്തിക്കാൻ നോക്കിക്കൊണ്ടിരിക്കുക. അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങളുടെ പിള്ളേരും ഉണ്ട്, കത്തിച്ചിട്ട് കത്തുന്നില്ല. പിന്നെ ചെറുക്കൻ തന്നെ പുറത്തോട്ട് ഇറങ്ങേണ്ടി വന്ന് കത്തിക്കാനായിട്ട്. ആ കനലൊന്നും തീ പിടിക്കാൻ കുറേ കിടന്ന് ഞങ്ങൾ നോക്കി, എത്ര കത്തിക്കാൻ നോക്കിയിട്ടും കത്തുന്നില്ല. പിന്നെ ഫാൻ എടുത്ത് വീശി അങ്ങനെയൊക്കെ കുറേ കിടന്ന് പാടുപെട്ട്. ചെറുക്കനാണ് കേട്ടോ കണ്ട് കത്തിച്ചത്. കാണുന്നില്ലടി, വെട്ടമില്ലടി. ഇതെന്ത് ഫ്ലാഷ് ഓൺ ആയിക്കോളെ. ഇടയ്ക്ക് കിടന്ന് കാറിനകത്ത് ഫാൻ കാറ്റടിച്ചപ്പോഴത്തേക്കും കനലെല്ലാം കൂടെ തിരിച്ച് വന്ന് ഞങ്ങൾ കാലേ വീണ് കിടന്ന് കാറുമൊക്കെ ചെയ്യുന്നുണ്ട്. ചേട്ടൻ എൻ്റെ അടുത്ത് കുറേ കളിച്ച് കോമഡിയായിട്ട് വന്നുണ്ട് കേട്ടോ. അവസാനം ഒരു വിധത്തിൽ എല്ലാം കത്തിച്ച് ഞങ്ങളെല്ലാം വെച്ച് സെറ്റ് ചെയ്ത് അങ്ങോട്ട് വെച്ചു. ഇനി അതങ്ങോട്ട് വേഗണം. വിശന്നിട്ട് നിൽക്കുകയാണ് എല്ലാവരും, നന്നായിട്ട് വിശന്ന് നിൽക്കുകയാണ്. ഇതൊന്ന് റെഡിയായിട്ട് തിന്നാൻ വേണ്ടി നോക്കിയിരിക്കുകയാണ്. ഇതൊരു പകുതി വേഗം അന്നേരത്ത് പോയി കുഴിമന്തി മേടിക്കാമെന്ന് പറഞ്ഞു. റൈസ് മാത്രമായിട്ടാണ് മേടിക്കണം കേട്ടോ. പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ തൂത്തൊക്കെ കൊടുത്ത് എണ്ണയൊക്കെ തൂത്ത് തടവിയൊക്കെ കൊടുത്ത്, ചെറുക്കൻ കുത്തിയിരുന്ന് മറിച്ചിട്ടിരിക്കുകയാണ്. അങ്ങനെയാണ് പാചകക്കാരന് കൊടുത്തത്. ഇതാണ് റാഗിങ് എന്ന് പറയുന്നത്. വീട്ടിൽ വിളിച്ച് വരുത്തി, വിരുന്നിന് വിളിച്ച് വരുത്തി ചെറുക്കനും പെണ്ണിന് പണി കൊടുക്കുക. എല്ലാവരും കുത്തിയിരിക്കുകയാണ്, കട്ട വെയിറ്റിംഗാണ്, വിശന്നിട്ട് വേണം. ചാനക്കേക്ക് ചിക്കൻ കുത്തിയിരിക്കുന്നുണ്ട്. ഇതാണ് ഞങ്ങളുടെ കൊച്ച്. അവൾക്ക് ചിക്കൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. ഒന്ന് റെഡിയായി വന്നപ്പോൾ തന്നെ അവൾ ആ ചിക്കൻ ചിക്കാന്ന് പറഞ്ഞിരുന്ന ബഹള വീട്ടിൽ ലാസ്റ്റ് ഒരെണ്ണം കൊടുത്തു. അത് കൊണ്ട് കടിച്ചിരിക്കുക. അവസാനം ഒരു വാഴയിലേക്ക് വെട്ടിയിട്ട് ഞങ്ങൾ പിന്നെ സാധനം സെറ്റാക്കി എല്ലാം കൂടെ റെഡിയാക്കി എടുത്ത് വെച്ച് ഗ്രില്ലടിച്ച് നടുക്കായിട്ട് വെച്ച് കേട്ടാ. ചോറ് 2 സ്ഥലത്തെ ചോറാണ്. അവസാനം ഞങ്ങൾ അങ്ങനെ കഴിക്കാൻ തുടങ്ങുകയാണ്. അപ്പോഴത്തേക്കും ടാറ്റാ.